ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് 12:15 കേട്ടോ, രാത്രി 12:15. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് യാത്ര പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ഞാൻ പോകുന്ന സ്ഥലമൊക്കെ നിങ്ങളോട് പിന്നീട് പറയാം. അല്ലാത്ത എൻ്റെ വീട്ടിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ വ്ളോഗ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ട്രെയിൻ 1:55. അപ്പോൾ അതിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണല്ലോ നമ്മുടെ ജേർണി എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ ഫാത്തിമക്കുളത്തിൻ്റെ അടുത്തെത്തി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. 1:30 ആയപ്പോഴത്തേക്കും നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മോനാണ് കൊണ്ടുവിട്ടത്. ഞാൻ വെയിറ്റ് ചെയ്യേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മോൻ എന്നെ കൊണ്ടുവിട്ടതിന് ശേഷം വീട്ടിലേക്ക് പോയി. ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. സെക്കൻഡ് പ്ലാറ്റ്ഫോമിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 1:55 ട്രെയിൻ 2 മണിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അങ്ങനെ നമ്മുടെ ട്രെയിനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. S2 ആണ് നമ്മുടെ ബോഗി വരുന്നത്. ഇതിനകത്ത് നമ്മൾ സീറ്റൊക്കെ കൺഫേം ആയതുകൊണ്ട് വേറെ ഒന്നും പേടിക്കാനില്ല. റിസർവേഷൻ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ട്രെയിൻ നിർത്തിയിട്ട് ചാടി കയറാനുള്ള തയ്യാറെടുപ്പിലാണ്. അങ്ങനെ ട്രെയിനിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട്. എല്ലാവരും നല്ല ഉറക്കമാണ് കേട്ടോ. 2 മണി 2:30 ആയില്ലേ. അപ്പോൾ ഞാനും ഉറങ്ങാൻ പോവാണ്. ഉറങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റ് നമുക്ക് ബാക്കി അങ്ങനെ നീരൊക്കെ വെളുത്തു, നല്ല പോലെ ഒന്ന് ഉറങ്ങി കേട്ടോ. നല്ല പോലെ ഒന്നും പറയാൻ പറ്റില്ല, ഒരുവിധം ഒന്ന് ഉറങ്ങി. അങ്ങനെ നമ്മൾ ഭാരതപ്പുഴയുടെ മുകളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സൈഡ് സീറ്റ് കിട്ടുന്നതുകൊണ്ട് ഏറ്റവും നല്ല ഉപകാരം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യൂസ് എല്ലാം കണ്ടു പോകാമെന്നുള്ളതാണ്. അങ്ങനെ എനിക്ക് സൈഡ് സീറ്റ് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ട്രെയിൻ കിടക്കുന്നത് എവിടെയാണെന്ന് നോക്കി, എത്രത്തോളം ദൂരെയാണ് ട്രെയിൻ കിടക്കുന്നതെന്ന് നോക്കി. അപ്പോൾ ഇവിടെ കുറേ നേരം പിടിച്ചിട്ട് ഒരു 1.5 മണിക്കൂർ ട്രെയിൻ പിടിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എടുക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെ ആണെന്ന് തോന്നുന്നു. പക്ഷേ ഭയങ്കര ലേറ്റ് ആയിരുന്നു ട്രെയിൻ. അങ്ങനെ നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഷൊർണൂർ എത്തിയപ്പോൾ വെള്ളമൊക്കെ വാങ്ങിച്ചു. ബിസ്ക്കറ്റ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഇട്ടുണ്ട്. അതൊക്കെ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കഴിക്കാൻ പോകണം കേട്ടോ. വെച്ചിട്ടോ അങ്ങനെ 12:45 1 മണിയായപ്പോഴാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്നത് കഴിക്കുന്നത്. രാവിലെ ബിസ്ക്കറ്റും അതും വെള്ളവും ഇതും എല്ലാം കൂടെ കഴിച്ചിട്ട് സ്നാക്സ് ഐറ്റംസ് ഒരുപാട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കഴിച്ചിട്ട് ആകെ വയറ് ഫില്ലായതുകൊണ്ട് ഉച്ചയായപ്പോഴാണ് നമ്മുടെ ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ കഴിക്കുന്നത്. അപ്പോൾ ഉച്ചലത്തെ ഫുഡായി, രാത്രിത്തെ ഫുഡായി. ഇനി രാത്രി ഫുഡൊന്നും ഇല്ല കേട്ടോ. ഇനി രാത്രി എന്തെങ്കിലും ചെറിയതായിട്ട് എന്തെങ്കിലും സ്നാക്സ് ഐറ്റംസ് കഴിച്ചുകൊണ്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനിപ്പോൾ വെച്ചിരുന്നാലും കേടാവും പോലോ, നാളത്തേക്ക് ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഫുള്ള് കഴിച്ചിട്ട് കളയാനേ പറ്റുള്ളൂ ബാക്കിയുള്ളത്. അപ്പോൾ പരമാവധി ഞാൻ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാത്തത് കൊണ്ടാണ്. പരമാവധി എന്നല്ല, ഞാൻ ട്രെയിനിൽ ഫുഡ് യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. ഈ ചേച്ചീനെ കണ്ടോ? ചേച്ചി കുക്കുംബർ വിൽക്കാനായിട്ട് കയറിയതാണ് ട്രെയിനിൽ. അപ്പോൾ ഇതേപോലെ ഒരുപാട് മനുഷ്യർ നമ്മളെ ട്രെയിനിൽ ഇങ്ങനെ കയറാറുണ്ട്, കുക്കുംബർ, ഓറഞ്ച് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വിൽക്കാനായിട്ട്. അപ്പോൾ ഈ അങ്കിള് എനിക്ക് മേടിച്ച് തന്നെയാണ് കേട്ടോ. അങ്കിൾ വാങ്ങിച്ച കൂട്ടത്തിൽ എനിക്കൊരു പീസ് തന്നെയാണ്. ഞാൻ അങ്ങനെ ട്രെയിനിലെ ഫുഡൊക്കെ പരമാവധി കഴിക്കാറില്ല. പരമാവധി എന്നല്ല, ഞാൻ കഴിക്കാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ ചേച്ചിയുടെ ഇന്നൊന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ ഇവരെയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ കഴിച്ച് സഹായിക്കുക. അപ്പോൾ ക്യാഷും കൊടുക്കുക, ഫ്രീ ആയിട്ട് വാങ്ങിക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പോകുന്ന വഴിയിലെല്ലാം നല്ല മനുഷ്യരെയാണ് പരിചയപ്പെട്ടത്. അപ്പോൾ ട്രെയിനിൽ നല്ല മനുഷ്യരാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് പേടിയാണ് ട്രെയിനിലൊക്കെ പോകുമ്പോഴൊക്കെ പലരുടെയും കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ച് കഴിക്കാനല്ലേ. അപ്പോൾ നല്ല മനുഷ്യരായതുകൊണ്ടാണ് മേടിച്ച് കഴിച്ചത് കേട്ടോ. അപ്പോൾ ഈ വ്യൂസ് ഒക്കെ കണ്ടോ, എന്ത് ഭംഗിയാണ്. ലൈറ്റിൻ്റെ ഫുൾ കളേഴ്സ് ആ വാട്ടറിൽ ഇങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. നേരിൽ എന്ത് ഭംഗിയാണെന്ന് അറിയോ? നിങ്ങൾക്ക് ഇതിൽ വ്യക്തമാകുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷേ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. ഇതൊക്കെ ഒരിക്കലെങ്കിലും ജീവിതത്തിൽ കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ്. അപ്പോൾ ഈ ആൻറ്റിയും കുറേ സ്വീറ്റ്സൊക്കെ അവരെ നാട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആൻറ്റിയും മോളുണ്ടായിരുന്നു, ആൻറ്റിയും തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയെ ഞാൻ കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. നേരം വെളുത്തപ്പോൾ നമ്മുടെ സ്ഥലം എത്താറായി. ഏകദേശം 7:45 8 മണിയോളം അടുപ്പിച്ചു രാവിലെ. അങ്ങനെ 3ാമത്തെ ദിവസമാണ് നമ്മൾ ട്രെയിനിൽ. അങ്ങനെ സ്ഥലം എത്താനായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലം എത്തി. അപ്പോൾ രാവിലെ എത്രയാകുമ്പോഴേക്കും വേണം കഴിക്കാൻ. വെറൈറ്റി എല്ലാം ഉണ്ടോ നോക്കാൻ നമുക്ക്. പിന്നെ 2 ഡേയ്സിന്റെ ട്രെയിൻ യാത്രയിൽ ഒരുപാട് കാഴ്ചകൾ കണ്ട് കേരളത്തിന് പുറത്തേക്കൊരു സോളോ ട്രിപ്പ് നമ്മൾ നമ്മുടെ രാജ്യത്തിൽ എത്തിയിരിക്കുന്നു. കുറച്ചുകൂടെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്താറായിട്ടുണ്ടായിരുന്നു. ആ ഭാഗത്തുള്ള വ്യൂസാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞുള്ള എല്ലാ വീഡിയോസും ഞാൻ അടുത്ത വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക ഫുൾ വീഡിയോസ്. ഓക്കെ, ബൈ ബൈ.